മതി കളിച്ച് എനിക്ക് ആകെ പേടിയാവുന്നു. നമ്മളിപ്പോ എന്താണ് ഏതായാലും ദാമ വരട്ടെ. ഞാൻ അപ്പോഴേ പറഞ്ഞ ഇതൊന്നും വേണ്ടാന്ന്. നീ കൂടെ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ. ആ എന്താടാ? ഭയങ്കര പനി, അങ്ങനെ തുള്ളി വിറയ്ക്കുക. കൊടുത്ത ഒന്നും കഴിച്ചിട്ടില്ല. ഞെരുകയും മുളൊക്കെ ചെയ്യുന്നുണ്ട്. കണ്ടു നിന്നിട്ട് പേടിയാവുന്നു. എന്ത് ചെയ്യും താമിട്ടാ? ചേച്ചി ദാമുവേ, ഇത് സംഗതി കുറച്ചിലാണല്ലോ. നല്ല പനിയുണ്ട്, ബോധമില്ല. ഇപ്പൊ എന്താ ചെയ്യാ? എടാ, എന്തെങ്കിലും ഒന്നും ചെയ്തില്ലെങ്കിലേ ഇപ്പൊ ചത്തുപോട്ടാ. ഞാൻ കുളിച്ചിട്ടോളാം. എന്താ നിനക്കൊക്കെ ഇത്ര പേടി? ഹോസ്പിറ്റലിൽ എടുത്താൽ ചായം കിടന്നപ്പോ നിനക്കൊന്നും ഇത്ര ആവശ്യം കിട്ടില്ലല്ലോ. എന്താ ഇപ്പൊ ഇത്ര? എന്നാ നീ കെട്ടടാ അവളെ. കൊല്ലാനാണെങ്കിൽ ഇപ്പഴേ കൊല്ലടാ അവളെ. എന്തിനാ ഇട്ടേക്കുന്നത്? അപ്പൊ നിന്റെ ഉദ്ദേശം അതല്ല. അവൾ ഇവിടെ കിടന്ന് ചത്ത ശവത്തിനാരും ഉത്തരം പറയും. അതിപ്പോ ദാമേട്ട മാത്രല്ലല്ലോ, ഞങ്ങളൊക്കില്ലേ ഇവിടെ. ഓഹോ, ഇപ്പൊ എല്ലാവരും കാലം അറിയും. പൊക്കിക്കൊണ്ട് വരാൻ വലിയ ഉത്സാഹമായിരുന്നല്ലോ. വയ്യെങ്കിൽ പൊക്കോടാ എല്ലാവനും. ഞാൻ മതി, ഞാൻ ഏറ്റോളാം. കണ്ണി, നമുക്ക് അവിടെ നിന്ന് കുറച്ച് മരുന്ന് വാങ്ങിക്കണം. മനുഷ്യനെ കുറച്ച് മനുഷ്യത്തൊക്കെ വേണ്ടേ? മരുന്ന് മേടിക്കാന്ന് വെച്ചാൽ ഈ സമയത്ത് ആ വട്ടൻ ഡോക്ടറിലെ കാണും. അയാളെങ്ങാനും രോഗിയെ കാണുമെന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്ത് ചെയ്യും? കൊണ്ടുവന്ന് കാണിക്കണം. നമ്മുടെ അമ്മയാണെന്നോ പെങ്ങളാണെന്നോ വല്ലതും പറയാം. ഓ മരപ്പെട്ടി, വലിയ പുലിവാലായല്ലോ. നമുക്ക് ഡോക്ടറെ തന്നെ പോവാം. പനി എനിക്കാന്ന് പറയാം. അതൊക്കെ ഭയങ്കര ബോറാവുന്നേ. ഇല്ലെന്നേ, ഞാൻ കറക്റ്റ് ആയിട്ട് അഭിനയിച്ചാ പോരെ? പോരെ? ഇന്നലെ പകല് കോളേജിലൊരു അടി ഉണ്ടായി. ഒത്തിരി അടി കൊണ്ടു പാവം. ആഹാരം ആണെങ്കിലൊന്നും കഴിച്ചിട്ടുമില്ല. അടി കഴിഞ്ഞപ്പോ തുടങ്ങി ചെറിയൊരു ചൂടും പനിയും. കുളിരുണ്ടോ? ഉണ്ട്. ഇന്നലെ രാത്രിയായപ്പോ പനി അങ്ങ് വല്ലാതെ കൂടി. അവിടെ ബോധം കെട്ട് കിടക്കുക. അല്ല, ഇവനിടയ്ക്കിടയ്ക്ക് ബോധക്കേട് ഉണ്ടാവാറുണ്ടെന്ന് പറയുക. ഓ മൈ ഗോഡ്, ഇത് അല്പം കടുപ്പം കൂടിയ പനിയാണല്ലോ. മലേറിയ ആണോന്ന് നാളെ രാവിലെ ബ്ലഡ് ടെസ്റ്റ് എടുത്തു കഴിഞ്ഞിട്ട് പറയാം. തൽക്കാലം ഒരു ഡബിൾ ഡോസ് ഇഞ്ചക്ഷൻ നമുക്ക് അങ്ങോട്ട് എടുത്തു കളയാം. ഇഞ്ചക്ഷനോ? അതെ, ഇഞ്ചക്ഷൻ തന്നെ. എന്തൊരു പുലിവാലായത്. ഇഞ്ചക്ഷൻ ഒന്നും വേണ്ട. അത് നീ ആവശ്യിക്കുന്നത്. എടാ, ഒരു ഉറുമ്പ് കടിക്കുന്ന വേദനയെ കാണും. നിനക്കതൊക്കെ പറയാം. കുത്തുകൊള്ളുന്ന എനിക്കല്ലേ. എന്താ ഇതിനു മുമ്പ് കുത്തിവെച്ചിട്ടില്ലേ? പെൻസിലും കുത്തിവെച്ചിട്ടുണ്ടോ? ഉണ്ട്. അല്ല, ഇല്ല. ആ, കറക്റ്റ്. വരൂ, കാണിച്ചു തരാം. വരൂ വരൂ. വരൂ 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 വരൂ. കിടക്കൂ. അയ്യോ, കയ്യിൽ വേണ്ട, കൈ തളർന്നു പോകും. നമുക്ക് പൃഷ്ഠത്തിലായി കളയാം. കിടക്കൂ. അപ്പൊ കാലോ? നോ മോർ ക്വസ്റ്റ്യൻസ്. കിടക്കൂ. പാന്റ് അഴിക്കൂ. കല്ലിച്ചു പോകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ആവി പിടിക്കണം. പാന്റ് ഇറക്കൂ. ഇറക്കൂ.
നിലവിളിക്കാതെ കൊച്ചു പിള്ളേരുടെ പോലാണല്ലോ അവന്റെ ഒരു കരച്ചില്. എന്റെ അമ്മോ. അയ്യോ അയ്യോ. എന്താടാ എന്ത് പറ്റി? എന്നെ കുത്തിവെച്ചു. ഇളിച്ചോണ്ടെന്നാ മതിയോ? ചേച്ചി പല മരുന്നും കൊടുക്കണ്ടേ? ബോധം വീണോ? ഞാൻ നോക്കാൻ പോയില്ല. അതിനെന്താ നമുക്ക് വിളിച്ചാണത്താം അല്ലേ? കുത്തിവെച്ചപ്പോ ഉള്ള ചൂട് കൂടെ പോയിന്നാ തോന്നുന്നേ. ഐസ് പോലെ ഇരിക്കണു. ഒന്ന് തൊട്ട് നോക്കിയേ. പോടാ പോടാ, പോയി വല്ല മരുന്നെങ്ങനെ കൊടുക്കാൻ നോക്ക്. ചേച്ചി 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 ആ മരുന്ന് കുടിക്ക്. ഏയ് ഈ മരുന്ന് കുടിച്ചാലുണ്ടല്ലോ പനിയൊക്കെ മാറും. നിനക്ക് പനിയൊക്കെ മാറും. ഞാനില്ലേ പറയുന്നേ. നോക്ക് ചേച്ചി ചേച്ചി ചേച്ചി. മരുന്ന് കുടിച്ചപ്പ നല്ല മധുരമുള്ള മരുന്നല്ലേ? വയർക്ക് വെള്ളം വെള്ളം വെള്ളം. ചേച്ചി കിടക്കാം. ചേച്ചി കിടന്ന് പനിയൊക്കെ മാറി. പതുക്കെ അടാ നീ ഒന്ന് ബെഡ്ഷീറ്റ് വെച്ചേ. ചേച്ചി ഒന്ന് പതുക്കെ എണീക്ക്. പതുക്കെ എനിക്ക് എണി മെല്ലന. ചേച്ചി കിടക്കെ പോയി. എടാ പുറത്തേക്ക് എടുത്തേ. ഒന്ന് വേഗം ഇരിക്കണം. ചേച്ചി ഇതേ ഇനി ചേച്ചി കിടന്നേ പനിയൊക്കെ മാറും. ജോർജ് കുട്ടി ഏതായാലും രക്ഷപ്പെടും. ഇനിയിപ്പൊ എന്തോന്ന് പ്രതികാരം? ഈ വയ്യാവയിലൊന്ന് തലേന്ന് ഒഴിഞ്ഞാ മതി. അസുഖം മാറിയാലേ അന്ന് പറഞ്ഞു വിട്ടാലോ? ജോർജ് കുട്ടി രക്ഷപ്പെടുമെന്ന് നിനക്കെന്താ എത്ര ഉറപ്പ്? പുറത്തു വിട്ടാ അവള് പോയി പോലീസിൽ പറഞ്ഞാലോ? വിടുന്നതിന് മുമ്പ് നമുക്ക് ആരോടും പറയാമെന്ന് പറയാൻ. ഒരു തെറ്റ് പറ്റിപ്പോയി ക്ഷമിക്കണമെന്ന് പറയാൻ. നമുക്ക് കരഞ്ഞ് കാല് പിടിക്കാം. കരയുന്ന കാര്യം ഞാൻ ഏറ്റു. ആരും ഇപ്പൊ കരയാനും കാല് പിടിക്കാനൊന്നും പോണ്ട. എന്ത് വേണമെന്ന് ഞാൻ പറയാം. 2 ദിവസം കഴിയട്ടെ. പറഞ്ഞ പിടിക്കുന്നോ? ഒരുമാതിരി വർത്താൻ പറഞ്ഞിട്ടുണ്ടല്ലോ. വലിച്ചെടുത്തോളം മതി. ഒക്കെ നിർത്തി. മതിയായി. അയ്യോ എന്റെ അമ്മോ. കാലമാണ് ഡോക്ടർ. അയാൾക്ക് കുത്തിവെക്കാൻ കണ്ടൊരു സ്ഥലം. നീ പോടാ അവിടുന്ന്. എനിക്കല്ലേ എന്റെ വേദന അറിയാം. അതിന്റെ വേദന പോണേ മതി. ഒന്ന് പതുക്കെ ചെയ്യടാ. എന്റെ അമ്മോ ഒന്ന് പതുക്കെ ചെയ്യടാ. ഓഹോ എന്റെ അമ്മോ. പതുക്കെ ചെയ്യടാ. ചേച്ചി ചൂട് പിടിക്കായിരുന്നു. ഇന്നലെ ചേച്ചിക്ക് വരെ എന്നെയാ കുത്തിവെച്ചത്. അസല് വേദന. പനി പോയോ? പനി പോയല്ലോ. എടാ പനി പോയി. ഒട്ടും ചൂടില്ല. ചേച്ചി ചായ കുടിക്കാം. ചായ എടുത്തോക്കണം. ചേച്ചി വരും. ഒരു ചായ കുടിച്ചാലുണ്ടല്ലോ. കുടിക്കൂ. ചേച്ചി ചായ കുടിച്ചേ. ചേച്ചി ചായ കുടിച്ചു. ചേച്ചി ചായ കുടിച്ചു. ചായ കുടിച്ചു. പനിയെല്ലാം പോയി. അത്രയുള്ള കാര്യം. ഞാൻ മേലെ ചാടിപ്പോയെന്ന്. എന്നിട്ട് പാർട്ടിയുടെ അപ്പുറത്തുണ്ട്. പിന്നെ വലിയ ഫ്രീഡം ഒന്നും കൊടുക്കണ്ട. നോക്കിക്കോണം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇവിടെ ഇങ്ങനെ കറങ്ങി നടക്കാനൊന്നും പറ്റില്ല. പോയി റൂമിലേക്ക്.
പറഞ്ഞത് കേട്ടില്ലേ? പോകാൻ.